വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്ക രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 15, 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ധൂർത്തപുത്രന്റെ ഉപമ. അവൻ പറഞ്ഞു, ഒരു മനുഷ്യന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. ഇളയവൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, സ്വത്തിൽ എന്റെ ഓഹരി എനിക്കു തരിക. അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു. ഏറെ താമസിയാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി. അവിടെ ധൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു. അവൻ എല്ലാം ചിലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കഠിന ക്ഷാമം ഉണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. അവൻ ആ പ്രദേശത്തെ ഒരു പൗരന്റെ അടുത്ത് അഭയം തേടി. അവൻ അവനെ പന്നികൾ മേയ്ക്കാൻ വയലിലേക്ക് അയച്ചു. പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറു നിറയ്ക്കാൻ അവൻ ആശിച്ചു. പക്ഷേ ആരും അവന് കൊടുത്തില്ല. അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ പറഞ്ഞു, എന്റെ പിതാവിന്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്നു മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എന്റെ പിതാവിന്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അവൻ എഴുന്നേറ്റ് പിതാവിന്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ചു തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിന് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. പിതാവാകട്ടെ തന്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. ഇവന്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. നമുക്ക് ഭക്ഷിച്ച് ആനന്ദിക്കാം. എന്റെ ഈ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടു കെട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. അവന്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ തിരിച്ചു വരുമ്പോൾ വീടിനടുത്ത് വച്ച് സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ശബ്ദം കേട്ടു. അവൻ ഒരു വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കി. വേലക്കാരൻ പറഞ്ഞു, നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു. അവനെ സസുഖം തിരിച്ചു കിട്ടിയത് കൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. അവൻ കോപിച്ച് അകത്തു കയറാൻ വിസമ്മതിച്ചു. പിതാവ് പുറത്തു വന്ന് അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു. എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, നോക്കൂ, എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു. ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. എങ്കിലും എന്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരാട്ടിൻകുട്ടിയെപ്പോലും നീ എനിക്ക് തന്നില്ല. എന്നാൽ വേശ്യകളോട് കൂട്ടിച്ചേർന്ന് നിന്റെ സ്വത്തെല്ലാം ധൂർത്തടിച്ച നിന്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ അവനു വേണ്ടി നീ കൊഴുത്ത കാളയെ കൊന്നിരിക്കുന്നു. അപ്പോൾ പിതാവ് പറഞ്ഞു, മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ. എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം. എന്തെന്നാൽ നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു, അവനിപ്പോൾ ജീവിക്കുന്നു. നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു. നഷ്ടപ്പെടലിന്റെ വിരഹദുഃഖം തിരിച്ചുവരവിന്റെ സന്തോഷത്തിലേക്ക് വഴിമാറുന്നു. സുവിശേഷങ്ങളുടെ സുവിശേഷം എന്ന അപരനാമത്താൽ അറിയപ്പെടുന്ന ലൂക്കായുടെ സുവിശേഷം അധ്യായം 15 അവസാനിപ്പിക്കുന്ന ഭാഗമാണ് ഇന്ന് നമ്മുടെ ചിന്താവിഷയം. ഈ ഭാഗത്ത് നഷ്ടപ്പെട്ടു പോയ പുത്രന്റെ കഥ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന്
ആ നഷ്ടപ്പെട്ടു പോയവൻ തിരിച്ചു വരുമ്പോൾ പിതാവിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന സന്തോഷത്തിന്റെ ആധിക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് യേശു ഈ സുവിശേഷ ഭാഗത്തിലൂടെ. പിതാവിന്റെ 2 മക്കളിൽ ഇളയവൻ അപക്വമായ തീരുമാനത്തിന്റെയും ചാബല്യം നിറഞ്ഞ പ്രവർത്തന ശൈലികളുടെയും ഫലമായി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ഇടവരുന്നു. ആ സാഹചര്യം പിതാവിനെ സംബന്ധിച്ച് മകൻ നഷ്ടപ്പെട്ടതിന് തുല്യമാണ്. മകന്റെ നഷ്ടത്തിൽ, വേർപാടിൽ അതീവ ദുഃഖിതനായി കഴിയുന്ന പിതാവ്. പക്ഷേ അങ്ങനെ സ്വഭവനത്തിൽ നിന്ന് പിതാവുമായിട്ട് വിഘടിച്ച് തെറ്റിപ്പിരിഞ്ഞു പോയ ആ മകൻ ജീവിതമധ്യത്തിൽ തനിക്ക് പറ്റിയ അമളി തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് വിടുതി പ്രാപിക്കാനുള്ള ഒരു സുബോധത്തിലേക്ക് ആ മനുഷ്യൻ നീങ്ങുന്നു. അതിന്റെ ഫലമായിട്ട് അവൻ പിതാവിന്റെ ഭവനത്തിലേക്ക് തിരിച്ചു വരുന്നതിന് ഉള്ള തയ്യാറെടുപ്പിലാണ്. തന്റെ തെറ്റ് തിരുത്തി പിതാവിനോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ശേഷിച്ച കാലം പിതാവിനോടുകൂടെ ഒന്നിച്ച് സന്തോഷകരമായിട്ട് ജീവിക്കാനുള്ള ഉറച്ച തീരുമാനത്തോടുകൂടെ തിരിച്ചു വരുന്ന ആ മകനെ അതീവ സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടി എതിരേൽക്കുന്ന പിതാവിനെയാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ഇളയപുത്രനെ വീണ്ടും സ്വീകരിക്കുന്നതിൽ പിതാവ് കാണിക്കുന്ന അത്യുത്സാഹം കണ്ട് മൂത്തപുത്രന്റെ നീരസവും പ്രതിഷേധവും വകവയ്ക്കാതെ തന്നെ ഇളയപുത്രന്റെ തിരിച്ചുവരവിലെ പിതാവിനുണ്ടായ ആനന്ദവും സന്തോഷവും മറനീക്കി കാണിക്കുകയാണ് ആ പിതാവ്. ദൈവത്തിന്റെ മനോഭാവം ഏതൊരു അതിർത്തി വരെയും പോകാൻ സന്നദ്ധനാണ്. അങ്ങനെ പാപം മൂലം നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ പശ്ചാത്തപിച്ച് വീണ്ടും തിരിച്ചു വരുന്ന ആ സ്ഥിതിയിലേക്ക് ഔദാര്യത്തോടു കൂടിയായിരിക്കും അത്തരം വ്യക്തികളെ ദൈവം സ്വീകരിക്കാനിടവരിക എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലേക്ക് വസ്തുനിഷ്ഠമായ രീതിയിൽ തന്നെ കൊണ്ടുവരുന്ന ഒരു സുവിശേഷ ഭാഗമാണ് ധൂർത്തപുത്രന്റെ കഥ എന്ന് പരക്കെ അറിയപ്പെടുന്ന ഈ സുവിശേഷ ഭാഗം എന്ന് നമുക്ക് ധരിക്കാം. രക്ഷാകര ചരിത്രത്തിന്റെ മുഴുവനും ഇതിവൃത്തവും രക്ഷാകര ചരിത്രത്തിന്റെ ലക്ഷ്യവും ഇത് തന്നെയാണ് എന്ന് വസ്തുനിഷ്ഠമായിട്ടുള്ള പഠനങ്ങളിൽ നിന്ന് സുതരാം വ്യക്തമാണ്.